ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിറ്റിക്കൽ ചെക്ക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഓക്കെ ഇഷ് അല്ലെങ്കിൽ ഒരു സുമാർ ട്രേഡിംഗ് ഡേ ആയിരുന്നു. വലിയ ന്യൂസുകളൊന്നും നമ്മുടെ മാർക്കറ്റിലൊന്നും ഇല്ല. നോർമൽ ഡേ ആയി സ്ട്രക്ചറലായിട്ട് പോയി. നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ തന്ന ദിവസമായിരുന്നു. മുകളിലോട്ട് പോയി നമ്മുടെ ടാർഗറ്റിന്റെ ഭാഗത്തൊക്കെ വന്നു. ഇന്നത്തെ ലെവൽ ഞാൻ കൊടുത്തത് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എടുക്കുന്ന സമയത്ത് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിഫ്റ്റിയും നിഫ്റ്റിയിൽ ലെവലാകുമ്പോൾ നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി 24,735 മുകളിൽ 24,785 ഫസ്റ്റ് ടാർഗറ്റ്. നിഫ്റ്റിയുടെ സ്പോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24,735 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ആ ഭാഗത്തൊക്കെ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും 55,954 മുകളിലാണ് ബൈയിങ് ഉള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ നമ്മൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ആ ഒരു കൃത്യമായിട്ട് അവിടെ ഒന്നും പോയിട്ടില്ല, അവിടെ തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നമ്മുടെ ലെവലിനെക്കാട്ടിയും കുറച്ചും കൂടെ കൂടുതൽ മുകളിൽ പോയി. 861 മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി മൂവ് ചെയ്ത് അവന് ഏകദേശം മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ആ ഒരു ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തൊക്കെ തന്നെ വന്നു. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മൈഗ്രേഷൻ, ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് മൈഗ്രേറ്റ് ചെയ്ത ഒരു ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായിട്ട് കടന്നുപോയത്. വലിയൊരു നേട്ടത്തോടു കൂടി ഒരു മൂവ്മെന്റ് ഒന്നും നമ്മളെ മാർക്കറ്റ് തന്നിട്ടില്ല. പക്ഷെ എന്താണ്, മാർക്കറ്റ് താഴേക്ക് നമ്മുടെ റെഫറൻസ് ലെവലിൽ പൊട്ടി താഴേക്ക് അടിച്ചില്ല എന്ന് മാത്രമേ കൃത്യമായിട്ടുള്ളൂ. സോ ഇന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കണം. മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. മാർക്കറ്റ് താഴേക്ക് ഓപ്പൺ ചെയ്തു, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി ബി പീരീഡിൽ റിവേഴ്സ് ചെയ്ത് ഹയർ എൻഡിൽ ക്രോസ് ചെയ്ത ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ പി ഒ സി വന്നിരിക്കുന്നത് 12,718 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ പി ഒ സി ഒന്ന് വ്യക്തമായിട്ട് വരച്ചു വെക്കാം. മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ പി ഒ സി 12,718 ഭാഗത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സിയിൽ ഒന്ന് കളർ, ഇന്നത്തെ വരച്ച ലൈനൊക്കെ മാറിപ്പോയിട്ടുണ്ട്, അപ്പൊ കളറൊന്നും കാണുന്നില്ല. സോ പി ഒ സി നിൽക്കുന്നത് 12,718 ഭാഗത്താണ്. 12,719 ഭാഗത്താണ് മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. അത് ഞാൻ വരച്ചു. നമ്മുടെ ക്ലോസിംഗുമായിട്ട് നിൽക്കുന്ന ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ 10,150 പോയിന്റ് താഴെയാണ് ക്ലോസ് നിൽക്കുന്നത്. പി ഒ സിക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഹൈ ആയ 880, അതായത് 880 മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ നമുക്കൊരു ബൈ എടുക്കാം. അപ്പം 12,880 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ 12,880 മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരാം. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസിന്. അതിന് മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ നമുക്കൊരു ബൈയിങ് എടുക്കാം. ബൈയിങ് സാരി നമുക്ക് 12,880 മുകളിൽ എടുക്കേണ്ടത്. അത് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. അതിന് മുകളിൽ ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു എന്തുവാണ് ലെവൽ എടുക്കുന്ന സാധനങ്ങൾ എടുക്കുക. അപ്പോൾ 12,880 മുകളിൽ മിഡ് ക്യാപ്പിന് നിൽക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയെ സംബന്ധിച്ച് 12,933 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് വരുന്നത് 12,933 ഭാഗത്തേക്ക് പോവാം. R1 എന്ന് പറയുന്നത് 12,933 ഭാഗത്തേക്കാണ്. ആ 12,933 ആണ് R1 എന്ന് പറഞ്ഞ ഒരു ഭാഗം. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം R2 എന്ന് പറയുമ്പോൾ 12,987 എന്ന് പറഞ്ഞ ഇന്നലത്തെ വാല്യൂ ഏരിയ, ഇന്നലത്തെ അല്ല, ഏത് ദിവസം 30 ജൂലൈയുടെ വാല്യൂ ഏരിയ ലോയ 12,987. R2 എന്ന് പറയുന്നത് 12,987 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം 12,987 ചാൻസേക്ക് വരാൻ വളരെ കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 12,880 മുകളിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു ബൈയിങ് വരാം. ആ ബൈയിങ് 12,933, 12,987 ഭാഗത്തേക്ക് പോവാം. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 12,649 താഴെ, അല്ലെങ്കിൽ 12,700 താഴെ, 12,700 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ സെല്ലിംഗ് എടുക്കാം. 12,700 ആണ്, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ആ ലെവലിന് താഴെ മാത്രമേ ഒരു മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ. 12,700 താഴെയാണ് ആ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് റെഫറൻസ് വരുന്നത്. അത് താഴെ മാർക്കറ്റിലേക്ക് സെല്ലിംഗ് വരാം. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് ഫസ്റ്റ് 12,650, ഫസ്റ്റ് താഴെ 12,650, 12,650 എന്ന് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് S1 വരാം. S1 എന്ന് പറഞ്ഞാൽ 12,650 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ S2 എന്ന് പറഞ്ഞാൽ പഴയ കുറെ ലെവൽ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാലോ, 12,650 താഴെ അടുത്ത വരുന്നത് 12,583. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,583. S2 എന്ന് പറയുന്നത്
12,583 ഭാഗത്തേക്കും വരാം. മിഡ് ക്യാപ് നിഫ്റ്റിക്ക് ഒരു അപ്പർ സൈഡ് റെഫറൻസ് ലെവൽ ഉണ്ട്. 12,987 ആശാൻ പൊട്ടി പോവുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു 987 പൊട്ടുകയാണെങ്കിൽ 13,039 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 13,039 കൊണ്ട് ഒരു R3 ഒരു റെഫറൻസ് ഇവിടെ മാർക്ക് ചെയ്യാം. 13,039 മിഡ് ക്യാപ് നിഫ്റ്റിയുടെ റെഫറൻസ് ലെവൽ R3 വരും. അപ്പോൾ 12,880 മുകളിൽ ബുള്ളിഷ് ആയിട്ട് വരും. 12,933, 12,987, 13,039, 12,700 താഴെ 12,663, 12,650 ആണ്. 12,650 വരാനും അതിന് താഴെ തിരിച്ച് സെക്കൻഡറി ടാർഗറ്റ് 12,583 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഒരു ചാൻസ് ഉണ്ട്, നമ്മുടെ ഈ ബുള്ളിഷ് റെഫറൻസിനകത്ത് മിഡ് ക്യാപ് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് റിവേഴ്സൽ വരാനുള്ള ചാൻസ് മിഡ് ക്യാപ് നിഫ്റ്റിക്ക് ഓപ്പൺ ആണ്. അപ്പം ഈ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. നമുക്കിനി അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ പ്ലെയർ ആയ നിഫ്റ്റി നോക്കാം. നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ POC താഴത്തെ നിൽക്കുകയാണ്. POCക്ക് മുകളിലോട്ട് മെർജ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ 24,660 നിഫ്റ്റിയുടെ POC. 24,660 ആണ് നിഫ്റ്റിയുടെ POC. POC ആ ഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. മെർജ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം പോലും നിഫ്റ്റിക്ക് കൊടുത്തില്ല. POC 24,660 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ നിഫ്റ്റി ഇനി നമ്മളെ ബുള്ളിഷ് റെഫറൻസ് ഇന്നലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ POC ആയ 24,765 മുകളിൽ അല്ലെങ്കിൽ 24,785 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചു. ഇന്നലത്തെ ഹൈക്ക് മുകളിൽ മാത്രം 24,785 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബുള്ളിഷ് റെഫറൻസ് 24,785 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബുള്ളിഷ് റെഫറൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ അതിന് മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. 85 മുകളിൽ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,824,5 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ് 24,825 ഭാഗത്തേക്ക്. R1 എന്ന് പറയുന്നത് 24,825 ഭാഗത്തേക്ക് പോവാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുപ്പിച്ചാണ്. അതിന് മുകളിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,878 ഭാഗത്തേക്ക് ഈ ഒരു വാല്യൂ ഒരു ഹൈ 24,878 R2 എന്ന് പറയുന്നത് 24,878 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ R3 എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ ആയ 24,967 അതിന് മുകളിലാണ് 24,950 24,950 ഇന്നലത്തെ ഒരു ഹയർ ഏരിയ ആണ്. അതാണ് അതിനെ സംബന്ധിച്ചുള്ള R3 എന്ന് പറഞ്ഞ ഒരു ലെവലും കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യുക. R1 R2 മാത്രമേ മാർക്ക് ചെയ്യുക. ഇനി നിഫ്റ്റിയിലെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയാം 24,600 താഴെ നിഫ്റ്റിയിൽ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. സ്പോട്ട് 24,600 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ബെയറിഷ് റെഫറൻസ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 24,600 താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെല്ലിംഗ് 24,600 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ സെല്ലിംഗ് വരുമ്പോൾ സമയത്ത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 500 കൃത്യമായി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,530 24,530 എന്നെ സംബന്ധിച്ചുള്ള S1 ഇന്നലത്തെ ലോ ആണ്. അതായത് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ലോ 24,530 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് അത് അവിടെ ആയിരിക്കും പറയുന്നത്. കൃത്യമായി പറയാൻ അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യും 24,530 താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 24,475 കൃത്യമായി എത്രയാണ് 24,475 24,475 ഭാഗത്തേക്കും വരാം. S2 എന്ന് പറയുന്നത് 24,475 ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്ക് സംബന്ധിച്ച് 600 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ വീണ്ടും ഒരു സെല്ലിംഗ് സ്പ്രീ സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് സ്പ്രീ താഴേക്ക് വന്ന് 24,530 24,475 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് തമ്മിൽ ഭേദം തൊമ്മൻ നമ്മളെ ഏറ്റവും വലിയ പ്ലെയർ ആയ ബാങ്ക് നിഫ്റ്റി. സോ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ പക്ക ഒരു ബാലൻസ് ഡേ ആയിരുന്നു. അതിനെ സംബന്ധിച്ച് പ്യൂർലി ഒരു നമ്മുടെ ഇന്നലത്തെ POCക്ക് ഇന്നലത്തെ വാല്യൂ ലോയ്ക്ക് ഇടയ്ക്കുള്ള പ്യൂർലി ബാലൻസ് ആയിരുന്നു. 55,614 ബാങ്ക് നിഫ്റ്റിയുടെ POC. 55,614 ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. 55,614 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. കൃത്യമായി പറയുന്നത് POC ആ ഭാഗത്താണ് ഫോർമേഷൻ വന്നിരിക്കുന്നത്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 55,826 മുകളിൽ ഇന്നലത്തെ POC ആയ 55,826 മുകളിൽ മാത്രമേ നമ്മൾ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. കൃത്യമായിട്ട് പറയാം 55,826 മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ ബാങ്ക് നിഫ്റ്റിക്ക്. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്നലത്തെ ഡീപ്പ് അല്ലെങ്കിൽ ഇന്നലത്തെ ഡീപ്പ് പീരീഡിലെ ഹൈ ഇന്നലത്തെ FA പോയിന്റ് ആയ
56 എന്നത് DPയുടെ ഹൈ 55,962. ഫസ്റ്റ് ടാർഗറ്റ് തൊട്ടടുത്താണ് 55,962 ഭാഗത്തേക്ക്. R1 എന്ന് പറയുമ്പോൾ 55,962 ഭാഗത്തേക്ക്. R1 ആ ഭാഗമാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അതിന് മുകളിൽ R2 ഇന്നലത്തെ ഹൈ 56,108, 56,108 ഭാഗത്തേക്ക്, 56,108, 56,108 ഭാഗത്തേക്ക് R2 എന്ന് പറയുന്നത് അത് ആ ഭാഗത്തേക്കായിരിക്കും. അതിന് മുകളിൽ കൃത്യമായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 56,265, 56,265 ഭാഗത്തേക്ക്, 56,265 ഭാഗത്തേക്കും R3 എന്ന് പറഞ്ഞ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി. ഇപ്പം 55,826 പൊട്ടുകയാണെങ്കിൽ 55,962, 56,108, 56,265 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാം. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് സ്പ്രീ എന്ന് പറയുമ്പം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 55,530 താഴെ ബാങ്ക് നിഫ്റ്റിക്ക് സെല്ലിംഗ് ആണ്. എത്രയാണ്? 55,000, നമ്മളെ സംബന്ധിച്ച് 55,530 താഴെ ബാങ്ക് നിഫ്റ്റി എന്നെ സംബന്ധിച്ച് സെല്ലിംഗ് അവിടെ സ്റ്റാർട്ട് ആകും. ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ 55,530 ഭാഗത്താണ് ബെയറിഷ് റെഫറൻസ് ഉള്ളത്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ സെല്ലിംഗ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പഴയ ലെവലിന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 55,415, കൃത്യമായി പറയുകയാണെങ്കിൽ 55,000, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. 55,500 താഴെ സെല്ലിംഗ് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 55,390 ഭാഗത്തേക്ക് പോകാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,390 എൻ്റെ സംബന്ധിച്ചുള്ള S1 എന്ന് പറഞ്ഞാൽ 55,390, 55,390 പഴയ ഒരു ഇമ്പോർട്ടൻറ്റ് റേഞ്ച് സപ്പോർട്ടിന്റെ ഭാഗമാണ്. ആ 55,390 പൊട്ടുകയാണെങ്കിൽ അടുത്തതെന്ന് പറഞ്ഞാൽ 55,141, ഈ പഴയ ഒരു വെർജിൻ വാല്യൂ ഏരിയ ലോ ആയ 55,141 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 55,330 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് സ്പ്രീ സ്റ്റാർട്ട് ചെയ്ത് 55,390, 55,141 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം എല്ലാവരും ലെവല് കാണുക, ഇത് വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വരുന്ന ബുധനാഴ്ച RBI മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ RBI മീറ്റിംഗിൽ എങ്ങനെ മാർക്കറ്റ് പോകുന്നൊക്കെ എല്ലാം വ്യക്തമായിട്ട് നോക്കി അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.